ഇവിടെ റബേക്ക ഒരു പ്രശ്നം വന്നപ്പോൾ അവൾ വ്യാകുലപ്പെടുന്നതായിട്ടല്ല, അവൾ കർത്താവിന്റെ മുൻപിലേക്ക് ഓടുകയാ ചെയ്യുന്നത്. അവൾ ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അതെപ്പോഴാ സാധിക്കുന്നത്? ഭാവിയെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോഴാണ് ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നവരാകാൻ നമുക്ക് സാധിക്കുക. ഇപ്രകാരമുള്ള ഒരു കുടുംബിനെ കുറിച്ച് വീണ്ടും 27-ാം തിരുവാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും വായിക്കുന്നുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. കുടുംബാംഗങ്ങളുടെ നടപടികൾ, കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെയും നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. ഈ ഒരു തിരുവചനം റബേക്കയിൽ അക്ഷരികമായി പൂർത്തീകരിക്കപ്പെടുന്നതായി നമ്മൾ കാണുന്നുണ്ട്. കുടുംബത്തിലെ ഓരോരുത്തർക്കും പ്രിയപ്പെട്ടവളായിട്ട് റബേക്ക മാറുകയാണ്. അവർ ഓരോരുത്തരെയും കർത്താവിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ ശ്രദ്ധിക്കുകയാണ്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, റബേക്കയുടെ ജീവിതത്തിന്റെ ആരംഭം നമ്മൾ കണ്ടു. നമ്മൾ പരിചയപ്പെട്ടപ്പോൾ തന്നെ കർത്താവിന്റെ ഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെടുന്നവളായിരുന്നു റബേക്ക. ഇപ്പോൾ ഒരു കുടുംബിനിയായി കഴിഞ്ഞപ്പോൾ എല്ലാ രീതിയിലും കർത്താവിനോട് ചേർന്ന് അവൾ മുന്നോട്ട് പോവുകയാ. ആ കുടുംബത്തെ കർത്താവിൽ അവൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുകയാ. റബേക്കയിൽ നിന്നും ഈ ഒരു കൃപ നമുക്ക് മേടിച്ചെടുക്കാൻ പ്രിയമുള്ളവരെ. കർത്താവിന്റെ കൃപ ഉണ്ടെങ്കിലാണ് ഇതുപോലെ കുടുംബാംഗങ്ങളുടെ നടപടികളെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്ന, കഴിവും അന്തസ്സും അണിയുന്ന, ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്ന കുടുംബിനിമാരായി, അമ്മമാരായി, ഭാര്യമാരായി നമുക്ക് മാറുവാൻ സാധിക്കുക. ഈ ഒരു അഭിഷേകം കർത്താവിൽ നിന്ന് നമുക്ക് ഏറ്റെടുക്കാം. നമ്മൾ തീർത്തും അയോഗ്യരാണ്. എന്നാൽ കർത്താവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ ഇതെല്ലാം നമുക്ക് സാധിക്കുമെന്ന റബേക്ക കാണിച്ചു തരുന്നത്.